ഹലോ മൈ ഡിയേഴ്സ്. ഇന്ന് നമ്മൾ കടയിലൊക്കെ കിട്ടുന്ന ഉണ്ടംപൊരിയില്ലേ, നമ്മുടെ എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള ഉണ്ടംപൊരി. ആ ഉണ്ടംപൊരി ബോണ്ട ചില സ്ഥലത്ത് പറയൂ കേട്ടോ. ഉണ്ടംപൊരി, ബോണ്ട, അങ്ങനെ കുറേ പേരുകളുണ്ട് അതിന്. അപ്പോൾ ആ ഉണ്ടംപൊരിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വെൽക്കം ടു ജുവൽ ബേബീസ് വേൾഡ്. അപ്പോൾ ഉണ്ടംപൊരി ഉണ്ടാക്കാൻ എല്ലാവരും റെഡി ആണെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ബെൽ ബട്ടൺ ഉണ്ട്. ആ ബെൽ ബട്ടണും കൂടെ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് പുതിയ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ആദ്യം എത്തുള്ളൂ. അപ്പോൾ അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഉണ്ടംപൊരി അല്ലെങ്കിൽ പാൻ കേക്ക് അല്ലെങ്കിൽ ബോണ്ട എന്ന് പറയുന്ന ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയും പിന്നെ പാളയംകോടൻ പഴമാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പഴം വെച്ചിട്ടാണ് ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ ഇത് ഉണ്ടാക്കുന്നത്. ചില സ്ഥലങ്ങളിൽ പഴം ചേർക്കാറില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടി 3 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു കപ്പിലാണ് ഗോതമ്പ് പൊടി അളന്നെടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് 1/2 കിലോ, കറക്റ്റ് ഒരു പാകം പറയുകയാണെങ്കിൽ 1/2 കിലോ ഗോതമ്പ് പൊടി എന്ന് പറയുന്ന ഒരു 4 കപ്പ് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ കറക്റ്റ് 1/2 കിലോ ആയിട്ട് എടുത്താലും മതി കേട്ടോ. അപ്പോൾ അത് 1/2 കിലോയുടെ ഒരു കണക്ക് പറയുമ്പോൾ പാളയംകോടൻ ഒരു 5 പാളയംകോടൻ എങ്കിലും എടുക്കണം. അതുപോലെ തന്നെ 1/4 കിലോ പഞ്ചസാര കൂടി ചേർത്താൽ മതിയാവും. 1 കപ്പ് പഞ്ചസാര. പാളയംകോടൻ പഴമാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ പഴം ചെറിയ പഴം ആയതുകൊണ്ട് 5 പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഈ 1/2 കപ്പ് പഞ്ചസാര ചേർത്തതിന് ശേഷം നമുക്ക് പാളയംകോടൻ പഴം തൊലി പൊളിച്ച് ഓരോന്നായിട്ട് അരിഞ്ഞിടാം. അപ്പോൾ അരിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അടിച്ചെടുക്കാനായിട്ട് പറ്റുമല്ലോ. ഉണ്ടംപൊരിക്ക് കുറച്ചും കൂടെ പഞ്ചസാര വേണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാം കേട്ടോ. ഒന്ന് ഇതെല്ലാം അടിച്ചതിന് ശേഷം നോക്കുമ്പോൾ പഞ്ചസാര കുറവുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർത്താൽ മതി. ഇനി നമുക്ക് ഈ പഴവും പഞ്ചസാരയും മിക്സിയിൽ നല്ലതുപോലെ അടിച്ചെടുക്കാം. പഴവും പഞ്ചസാരയും നല്ലപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇതാണ് അതിൻ്റെ ഒരു പാകം. നല്ലതുപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ സോഡ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. സോഡ പൗഡറാണ് ചേർക്കുന്നത്, 1/4 ടീസ്പൂൺ. ഇനി ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഏലക്ക പൊടിച്ചത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂണാണ്, നല്ലതുപോലെ പൊടിച്ച ഏലക്കാപ്പൊടി. ഇനി ഇതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നോക്കാം കേട്ടോ. ഉപ്പൊക്കെ ആവശ്യം വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടികളെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിന് മുകളിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററില്ലേ, പഴവും പഞ്ചസാരയും മിക്സിയിൽ അടിച്ചത്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ കുഴച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. കുഴച്ചെടുക്കുമ്പോൾ മയപ്പെടുത്തി കുഴച്ചെടുക്കണം. അതായത് എന്തെങ്കിലും തരിയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഉടച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നതിനേക്കാൾ നല്ലതുപോലെ നല്ല മസിലെടുത്ത് വേണം നമ്മൾ കുഴച്ച് വയ്ക്കാനായിട്ട്. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് വരുന്നതിനൊപ്പം തന്നെ ഇത് കുറച്ചിങ്ങനെ കട്ടിയായിട്ട് വരും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല മയപ്പെടുത്തി കുഴച്ചെടുക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു പാകം. നല്ലതുപോലെ കുഴഞ്ഞ് പതിയെ നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടി അത് നമുക്കിങ്ങനെ ഒന്ന് ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പാകം എന്ന് പറയുന്നത്. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോൾ ഒരു 2 മുതൽ ഒരു 3-4 മണിക്കൂർ എടുത്താലും പ്രശ്നമില്ല. ഇത് ഈ സോഡാപ്പൊടിയും എല്ലാം ചേർന്ന് നല്ലതുപോലെ കുറച്ച് പൊങ്ങി ഒത്തിരി പുളിച്ച് പോവുമല്ല, ഒരു 2 മണിക്കൂർ ഏറ്റവും കുറഞ്ഞത്, കൂടുതൽ ഒരു 3.5-4 മണിക്കൂർ വരെ വെക്കുവാണെങ്കിലും നമുക്ക് നല്ല ഒരു ഉണ്ടംപൊരി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതാ ഞാൻ ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എടുത്തു കേട്ടോ. ഇത് നല്ല കറക്റ്റായിട്ട് ഒരു പാകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ നമുക്കൊന്ന് വെള്ളം ചേർത്ത് ഒന്നുകൂടി ഒന്ന് മയപ്പെടുത്തി ഒന്നെടുക്കാം. കാരണം നമുക്കൊരു ഉരുള പോലെ ഉരുട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മയപ്പെടുത്തി എടുക്കാം. ഇനി നമ്മൾ കയ്യിൽ കുറച്ചും കൂടെ ഒന്ന് വെള്ളമാക്കിയതിന് ശേഷം നമുക്ക് അത് ഒരു ഉരുളയായിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ കറക്റ്റ് ഒരു മീഡിയം ആയിട്ടുള്ളൊരു ബോള് പോലെയുള്ള ഒരു ഉരുളയാണ് ഉരുട്ടിയെടുക്കേണ്ടത്. കാരണം ഇത് നമ്മൾ എണ്ണയിലിട്ട് കഴിയുമ്പോൾ കുറച്ചും കൂടെ വീർത്ത് വരും. അപ്പോൾ അത് നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മളൊരു ചെറിയ ബോൾ ഉരുട്ടാനായിട്ട്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ എത്രത്തോളം ചെറിയ ബോൾസ് ആക്കുന്നത്, ചിലർക്ക് ചെറിയ ഉണ്ടംപൊരിയാണ് ഇഷ്ടം. അപ്പോൾ ചെറിയ ഉണ്ടംപൊരി ആക്കുവാണെങ്കിൽ ഉള്ള് നല്ലതുപോലെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മുടെ അടുത്ത് തന്നെ ഒരു ബൗളിൽ വെള്ളം വെക്കണം കേട്ടോ. എന്നാലാണ് നമ്മൾ ഉരുള ഉരുട്ടുന്നതിന് തൊട്ട് മുമ്പ് കൈ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം, കയ്യിൽ മുഴുവൻ വെള്ളമയം ആക്കിയതിന് ശേഷം ഉരുള ഉരുട്ടുവാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു പോരാനും അത് കറക്റ്റായിട്ട് ഉരുളയാക്കി നമുക്ക് എണ്ണയിലേക്ക് ഇടാനും പറ്റും. അപ്പോൾ അതിന് വേണ്ടി ഒരു വെള്ളം തയ്യാറാക്കി വെക്കണം.
ഇനി കുറച്ച് കുഴിയുള്ള പാനാണ് അടുപ്പിൽ വെക്കേണ്ടത്. അപ്പോൾ സ്റ്റൗവിലേക്ക് ഞാനൊരു കുറച്ച് കുഴിയുള്ള പാൻ വെച്ചു. കുറച്ചും കൂടെ കുഴിയുള്ള പാൻ വെക്കുകയാണെങ്കിൽ നമുക്ക് മുങ്ങിക്കിടക്കും, ഈ ഒരു ഉണ്ടംപൊരി മുങ്ങിക്കിടക്കാനായിട്ട് സാധിക്കും. ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലതും രുചിക്കും നല്ലത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമ്മുടെ കയ്യിൽ വെള്ളം പുരട്ടിയ ശേഷം നമുക്ക് ഓരോ ഉരുളകളായിട്ട് ഉരുട്ടിയെടുത്തത് ഈ തിളച്ചു വരുന്ന വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അകവും പുറവും എല്ലാം നല്ലതുപോലെ വെന്ത് വരണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം കുറച്ച് കൂട്ടിയിട്ടാലും അതിന് ശേഷം ഇത് സിമ്മിലേക്ക് ഇട്ടിട്ട് വേണം, അതായത് ഏറ്റവും മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം മാത്രമേ ഇത് വറുത്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം ഇതിൻ്റെ ഉള്ളെല്ലാം വെന്ത് വരണമെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ തന്നെ കിടക്കണം. അപ്പുറത്തെയും ഇപ്പുറത്തെയും സൈഡുകളെല്ലാം വേഗം തിരിച്ചിട്ട് കൊടുക്കുക, എന്നാലാണ് നല്ല റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഉണ്ടംപൊരിയുടെ കളറ് മാറി വരുന്നുണ്ട്. ആദ്യം ഇട്ട കളറിൽ നിന്ന് വ്യത്യസ്തമുള്ള ഒരു കളറായി. അതിനുശേഷം വീണ്ടും നല്ല കറക്റ്റായിട്ടുള്ള ബോണ്ട ഉണ്ടംപൊരിയൊക്കെ കിട്ടുന്ന കളറിലേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ ഉണ്ടംപൊരി റെഡി ആയി കഴിഞ്ഞു കേട്ടോ. ഞാൻ പൊക്കി കാണിക്കാം. കണ്ടോ, നല്ല കളറായിട്ടില്ലേ? കറക്റ്റ് ആ ഉണ്ടംപൊരിയുടെ കളറായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് ഓരോന്ന് കോരിയെടുക്കാം. ഞാനിവിടെ പ്ലേറ്റിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണയിൽ നിന്ന് കോരിയെടുത്താലും ആ എണ്ണ കുറച്ചും കൂടെ ടിഷ്യൂ വലിച്ചെടുത്തോളൂ. അപ്പോൾ ബാക്കി നമുക്ക് എണ്ണയില്ലാത്ത ഒരു ഉണ്ടംപൊരി കിട്ടും. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പ്ലേറ്റിൽ ടിഷ്യൂ കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഉണ്ടംപൊരി ഇനി എന്തായെന്ന് നോക്കാം. അപ്പോൾ എല്ലാ ഉണ്ടംപൊരിയും വറുത്ത് കോരിയിട്ടുണ്ട്. നമ്മുടെ ഉണ്ടംപൊരി റെഡി ആയി കഴിഞ്ഞു. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബോണ്ട അല്ലെങ്കിൽ ഉണ്ടംപൊരിയാണിത്. കടയിലേക്കാളും നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നല്ല സോഫ്റ്റാണ്, ഇതിൻ്റെ ഉള്ളും നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ കുറച്ചൊരു ഇതെന്ന് പറഞ്ഞാൽ ചിലതിന് മാത്രം അതിൻ്റെ മുകൾ ഭാഗത്തെ തൊലി കുറച്ച് കട്ടിയായിട്ട് വന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 3 മണിക്കൂറൊക്കെ വയ്ക്കുകയാണെങ്കിൽ അതും കുറച്ചും കൂടെ സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയേനെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട കേട്ടോ. ഹലോ, ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഉണ്ടംപൊരി നല്ല കിട്ടുമായിട്ടുള്ള ഉണ്ടംപൊരിയാണ്. അതിൻ്റെ ആ പുറം തോടിന് മാത്രം ഒരു ചെറിയ കട്ടി കൂടുതലുണ്ടായിരുന്നു. എനിക്ക് ഒന്ന് 2 മണിക്കൂർ എന്നുള്ളൊരു 3 മണിക്കൂറും കൂടെ വെക്കുകയായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു സോഫ്റ്റായി കിട്ടിയാനെ. ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു, ബാക്കി എല്ലാം സൂപ്പർ കിട്ടും, നല്ല ടേസ്റ്റും ആയിരുന്നു. അപ്പോൾ ഉണ്ടംപൊരി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കറിയാവുന്ന റെസിപ്പീസൊക്കെ എൻ്റെ അടുത്ത് പങ്കുവയ്ക്കാനും ശ്രമിക്കുക. അതേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്തോളൂ. അപ്പോൾ വീണ്ടും നല്ല കിടിലൻ വീഡിയോസുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ജ്വൽ ബേബി സൈനിങ് ഓഫ്. ബൈ.